അപ്പോൾ ഈ സാധനം നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ നടക്കൂലല്ലേ? ഇത് ഒരു ദിവസം 1 ദിവസം വരെ പറിച്ചു കഴിഞ്ഞാൽ നിൽക്കുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും അത്ര. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഇത് ചിലവാക്കാൻ പറ്റില്ല, കേട് വരും സാധനം അല്ലേ? ഫ്രിഡ്ജിൽ വെച്ചാലും കേട് വരും. സീഡ് ഉണ്ടാവും ഉള്ളിൽ, സീഡുണ്ടാവും, 2 സീഡ് ഉണ്ടാവും, ചിലതിൽ 4 ഉണ്ടാവും, വലുതിൽ. ഇതിൽ എത്ര സീഡ് ഉണ്ടാവും നമുക്ക് നോക്കാമല്ലോ. ഒരു സീഡ് ഉണ്ട് കേട്ടോ, കൊണ്ട് കുഴിച്ചിട്ടുണ്ടാവും. ഞാൻ തയ്യാനാക്കി തരാമല്ലോ, നിങ്ങൾ കൊണ്ടുണ്ടോ? ഇതാണ് 2 സീഡ്, 2 സീഡിന് സ്കൂൾ കട്ട് ചെയ്തിട്ട് ഇതാ അബിയു കാണുമ്പോൾ തന്നെ നല്ലൊരു മധുരത്തിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലെ കുർക്കോളിലെ അല്ലമിക്കാൻ്റെ വീട്ടിലാട്ടോ. നമ്മളൊരു സുഹൃത്താണ്. എന്നും ഞാനിത് ഇവര് എന്താ പറയുക, ഒരുപാട് ഫ്രൂട്ട്സ് മരങ്ങൾ ഇവരെ വീട്ടിലുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ അബിയു ഇങ്ങനെ ആ വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ കണ്ടത്. കാരണം ഇത് ഞാനൊക്കെ തൈ കൊടുത്തു വെച്ചത് ഉണ്ടാവാൻ ഭയങ്കര പണിയാണ്, കടയിൽ വേവിക്കാനും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും നിങ്ങളൊരു കഷ്ണം തരാട്ടാണ്. അപ്പോൾ എനിക്ക് ആയിട്ട് ഒന്നിനെ അവിടെ മാറ്റി വെച്ചിരിക്കണ. അതാണ് അല്ലമിക്ക. ഇവിടെ ഒരുപാട് ഇതുണ്ടായി നിങ്ങളുടെ അടുത്തിലാണ്. 85 വിദേശം, 85 വിദേശം. ഇപ്പോൾ ഡ്രമ്മിലാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 50 ഉണ്ട്. ഡ്രമ്മിൽ കൃഷി ചെയ്തൊക്കെ ഒരുവിധം കൊടുത്ത് ഒഴിവാക്കി നോക്കാൻ കഴിയാനില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇതാണ് അബിയൂര് മരട്ടാ. ഇതിന്റെ മുകളിൽ ഇതെന്താ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട്, മെക്സിക്കൻ റെഡ്. ഇതിന്റെ മുകളിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ ഫ്രൂട്ട് ഇവിടെ പൂത്തത് ബാക്കിയാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ അറുത്തിട്ട് കഴിക്കും. ഇതിൽ സത്യം പറഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ എന്താ പറയുക, ഇളനീര് ടേസ്റ്റ്. നമുക്കിത് എങ്ങനെ എന്താ ടേസ്റ്റ് എന്ന് അറിയില്ല. അത് കഴിച്ച് നിങ്ങൾ ഇവിടെ നമ്മളിന്ന് പറിച്ച് അത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് ഇവിടുന്ന് പോകുള്ളൂ. അത് കൂടാതെ ഇവിടുത്തെ കുറച്ച് വേറെ ഫ്രൂട്ട്സ് തൈകളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. നമ്മളിത് ഇറക്കാൻ നോക്കിയാലോ? അതിന്റെ മുകളിലാണ് ഈ ഫ്രൂട്ടിന്റെ മേലെ കിട്ടിയോ? കമ്പ് കിട്ടിയിരിക്കുന്നു. ഞാൻ പിടിച്ച പൊട്ടിച്ച ആയിട്ടില്ലത്. നല്ല അയക്കണം നോക്ക്. പച്ചപ്പണ്ട് മുകളിൽ ചെറിയൊരു പച്ച. കുഴപ്പമില്ല, എടുത്തോ കുഴപ്പമില്ല. പൊട്ടിച്ചോ അത് പിടിച്ചോ. അയ്യവാ, അത് അയക്കണേ സാധനതാ നല്ല നിങ്ങൾ കണ്ടിട്ടാ, നല്ല പഴുത്തല്ലേ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് എന്താണെന്ന് അറിയണം. അതെ, ഞാൻ കട്ട് ചെയ്തു. അല്ല, ഞാൻ കത്തിയും ഇതിപ്പോ എത്ര പ്രായമായത് ഈ മരം? ഇത് 3 വർഷം കഴിഞ്ഞാ. 3 വർഷം. ഇപ്പൊ നിങ്ങൾ കുറെ അർത്ഥമല്ല. 20 മൊത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. ഇത് നമ്മൾ മാർക്കറ്റിംഗ് സാധനം മേടിക്കാൻ കിട്ടുന്നുണ്ടോ? ഇല്ല, ഒരു 24 മണിക്കൂർ അറുത്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ ഉപയോഗിക്കണം. കഴിഞ്ഞാൽ നാശം കേടുവരും. 24 മണിക്കൂർ കഴിക്കണം അല്ലേ? ഒരു 1.5 ദിവസം വരെ. അല്ല, നിങ്ങൾ ഇത് കൂടാതെ ഇത് എന്തിനാ ചെയ്യാ? ഇത് റംബൂട്ടാൻ. ഈ 35 ഇഷ്ടം പോലെ നന്നായിട്ട് കഴിക്കും. വേറെ എന്ത് ചെയ്യാ ഇവിടെ ഉള്ളത്? പിന്നെ ഇവിടെ അവിയുണ്ട്, മിൽക്ക് ഫ്രൂട്ട്, റെയിൻ ഫോറസ്റ്റ്, ജബോട്ടിക്കാബ, ഡ്രാഗൺ ഫ്രൂട്ട് 5 വെറൈറ്റി, ചാമ്പല, N80 എന്ന് പറഞ്ഞ റെഡ്. ഇതെന്താ ഗ്രാഫ്റ്റ് ചെയ്ത് ലെയറിങ് ചെയ്തിട്ടുണ്ട്. തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആളുകൾക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാൻ. സപ്പോർട്ട് 5 വെറൈറ്റി കഴിക്കുന്ന സപ്പോർട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിക്കും. പക്ഷേ കട്ട് ചെയ്താണ്. ഈ ഒരു മരത്തും 5 വെറൈറ്റി ഉണ്ടാവും. ഇത് ഞാൻ ഇത് വളരാഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് വെച്ചാണ്. ഇത് സ്കൂൾ ബോയ് റംബൂട്ടാൻ്റെ സ്കൂൾ ബോയ്. അതെ. പിന്നെ ഡ്രാഗൺ ഉണ്ടായിരുന്നോ? ഇത് മാർച്ച് തൊട്ട് 9 മാസം വരെ കഴിക്കും. മാർച്ച് തൊട്ടിട്ട് അങ്ങനെ ഇന്ന മാസം അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നെ ആന്ധ്രൻ്റെ ബ്ലാക്ക് ഞാവൽ. ഇത് വൈറ്റ് ഞാവൽ. ഇപ്പൊ കഴിച്ചില്ല? എല്ലാം കഴിച്ചു. ഇത് സ്ട്രോബെറി പേര. ഇത് പിന്നെ നമ്മുടെ സീഡ്ലെസ് ലെമൺ. ഇത് ഞാൻ കാര്യമായിട്ട് വെറുതെ സ്ട്രോബെറി പേര പറയുമ്പോൾ അതിന്റെ ടേസ്റ്റ് സ്ട്രോബെറിന്റെ മോഡലാണ്. ടേസ്റ്റ് പേരനായിരിക്കണം. വൈറ്റ് ലോങ്. ഇത് മുന്തിരിപ്പേര. ഇത് ഗ്രാഫിന് വേണ്ടിയിട്ട് മൾബറി ഗ്രാഫിന് നടന്നായി വെച്ചത്. ഇത് മറ്റേ ജബോട്ടിക്കാബ, റെഡ് ഹൈബ്രിഡ്. ഇതിന് വലിയ തൈകളൊക്കെ കൊടുത്താണ്. ഇവിടെ ഫുള്ള് തൈകൾ 85. ഇത് ചാമ്പ. ഇതൊരു വലിയ ചാമ്പ. ഇതൊരു പാക്കിങ് ഇതോ ഇത് ചതുരപ്പുളി എന്നൊക്കെ പറയുന്നത്. ചെറിയ കായ ഉണ്ടല്ലേ? ചെറുതായിട്ട് ഇതൊക്കെ കഴിച്ചിരുന്നു. ഇത് ബറാബ. ഇല്ലല്ല, അതാ പഴങ്ങളായി വരുന്നത് ബറാബ. മഞ്ഞ കളറിലാവും. മധുരവും പുളിയും കൂടെ. അതൊക്കെ കുട്ടികൾക്ക് വേണ്ടി. ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചാൽ നോക്കാൻ കഴിയാതെ ഒന്നാകെ കട്ട് ചെയ്ത് വെക്കുന്നതാണ്. വളർച്ച മുരടിപ്പിക്കാൻ വേണ്ടി. പിന്നെ എന്താണ് ഇത് വിയറ്റ്നാമിന്റെ. ഇത് കൊല്ലം മുഴുവൻ ചക്ക വളഞ്ഞിട്ടുണ്ടാവില്ല. അത് കട്ട് ചെയ്ത് നല്ല മധുരടായി ഈ പഴം. ഇതിന്റെ ചക്ക ഇതിന്റെ 3 പറയില്ല. ഏകദേശം പ്രാവശ്യം ഒരു 10 15 ഉണ്ടായിരുന്നു. വേറെ ഒരു സാധനം പീച്ചിക്ക. അതിന്റെ വള്ളി വേറെ കയറിപ്പോയത്. ഇത് ഗംലസാണ്. പിന്നെ ഇതിന്റെ റെഡ് ഉണ്ട്. അല്ല, ഇതിപ്പോ നിങ്ങൾ എത്ര പ്രായമുള്ള? ഇതിപ്പോ ഒരു 3.5 വർഷം. 3.5 വർഷം. ഇത് കായ് ചക്ക പിടിക്കാൻ 2 വർഷം കൊണ്ട് കഴിക്കും. ഇത് ഞാൻ നന്നായിട്ട് വളം ചെയ്താണ്. ഇതെന്താ വളർത്തി
ഇത് ചാണകപ്പൊടി ആട്ടുകാശം പോയി ചക്ക ഓടുന്ന വെച്ചാൽ നമുക്ക് വർഷം മുഴുവൻ ചക്ക എന്നല്ലേ വീട്ടില്. അതെ. ഇതൊക്കെ ഇപ്പൊ എത്ര തൂക്കം ഉണ്ടാവും? ഇതൊരു 600 ഗ്രാം 600 ഗ്രാം. ഇത് വിളവെടുക്കാനായിട്ടില്ലല്ലേ? ഇല്ല മുകളിൽ ഈ പച്ചപ്പ് കുറച്ചും കൂടി കയറി വരണം. അതായത് ഇതിപ്പോ ഈ പച്ചപ്പ് ആണെങ്കിൽ എന്താ ചമർപ്പ് ഉണ്ടാവോ? അല്ല ചെറിയൊരു കറ ഉണ്ടാവും എന്നുള്ളതാണ്, വലിയൊരു മധുരം ഉണ്ടാവില്ല. ഈ ഭാഗം ഇപ്പൊ പൊട്ടി തുടങ്ങി മൂക്ക് കയറിയിട്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് മാറ്റി വെച്ചാണ്. കിളി കൊത്തുവോ? അത് കിളികള് അണ്ണാന് എലിയൊക്കെ വരും. ഈ സാബീവ് എന്ന് പറഞ്ഞ ശരിക്കും ഏത് രാജ്യത്തിന്റെയാണ്? ബ്രസീൽ. ബ്രസീലിന്റെ. ബ്രസീൽ.